നമസ്കാരം. ഞാൻ ഈ അടുത്ത സമയത്ത് 2 സിനിമകൾ കണ്ടു. രണ്ടും OTT-യിലാണ് കണ്ടത്. ഒന്ന് ഭ്രമയുഗം, 2 തുടരും. ഇതിൽ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നെനിക്ക് തോന്നിയത്. തുടക്കത്തിലെ ഞാനൊരു ഡിസ്ക്ലൈമർ എടുക്കുകയാണ്. ഞാൻ മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ ഫാനല്ല. മമ്മൂട്ടിയും മോഹൻലാലും സിനിമയിൽ വരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. ധാരാളം തരത്തിലുള്ള റോളുകൾ അവർ ചെയ്തിട്ടുണ്ട്. ആ റോളുകളൊക്കെ ചെയ്ത് ആൾക്കാർ അവരെ ഇഷ്ടപ്പെട്ടാണ് രണ്ടുപേരും സൂപ്പർ താരങ്ങളായിട്ട് മാറുന്നത്. പിന്നീട് അവർക്ക് ആവർത്തന വിരസതയുള്ള കഥാപാത്രങ്ങൾ കിട്ടി രണ്ടുപേരും പലപ്പോഴും പരാജയം രുചിച്ചിട്ടുണ്ട്. ഒരു സമയത്ത് മമ്മൂട്ടി, കുട്ടി, പെട്ടി, ബെൻസ് എന്നൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ബേബി ശാലിനിയൊക്കെ കുട്ടിയായിട്ട് അഭിനയിക്കുന്ന സമയത്ത് മമ്മൂട്ടിയും പെട്ടിയും കുട്ടിയും ബെൻസും ഉണ്ടെങ്കിൽ പടം വിജയിക്കും, അങ്ങനെ ഒരു ഫോർമുല ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരുപാട് ചിത്രങ്ങൾ വന്ന് വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ആവർത്തന വിരസത വന്നപ്പോൾ ആൾക്കാർക്ക് മടുക്കാൻ തുടങ്ങി. പിന്നീട് മമ്മൂട്ടിയുടെ സിനിമകൾ പൊട്ടാൻ തുടങ്ങി. അങ്ങനെ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയ മമ്മൂട്ടി അവസാനം രക്ഷിച്ചത് ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമയിലൂടെ ജോഷിയാണ്. സമാനമായ രീതിയിൽ മോഹൻലാലും ഒരുപാട് ചവർ സിനിമകളിൽ അഭിനയിച്ച് പരാജയം രുചിച്ചിട്ടുണ്ട്. പിന്നീട് അവിടെ നിന്നും അദ്ദേഹം ഇതേപോലെ തന്നെ കയറി വന്നിട്ടുണ്ട്. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും സൂപ്പർ താരങ്ങളായിട്ട് മാറിയ ശേഷമുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് വരുമ്പോൾ, അതായത് ഒരേപോലെയുള്ള ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ അഭിനയിച്ച് ഒരു പൂർണ്ണതയിലെത്തിക്കഴിഞ്ഞ് പിന്നീട് അവർ അവരുടെ സിനിമകളൊക്കെ സ്വയം തീരുമാനിക്കുന്ന ഒരു തലത്തിലേക്കെത്തും. ആ ഒരു തലത്തിലേക്ക് എത്തിയ ശേഷമുള്ള ചിത്രങ്ങൾ നമ്മളെടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ശ്രീ മോഹൻലാൽ എപ്പോഴും ഒരു കൊമേഴ്സ്യൽ ഫോർമുലയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് സിനിമയുടെ സാമ്പത്തിക വിജയമാണ്. അദ്ദേഹം അഭിനയിക്കുന്ന സിനിമ ജനങ്ങൾ കണ്ട് രസിച്ച് അത് കൂടുതൽ പണം നേടണം എന്നുള്ള ചിന്ത, ആ സിനിമ നല്ല കളക്ഷൻ നേടണമെന്നുള്ള ചിന്ത, അതാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്. നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഭൂരിപക്ഷം നടന്മാരും ടാർഗറ്റ് ചെയ്യുന്നത് അതുതന്നെയാണ്. അതായത് അവരഭിനയിക്കുന്ന സിനിമ വൻ വിജയമായിട്ട് മാറണം. അതിപ്പോൾ തമിഴ്നാട്ടിൽ രജനീകാന്തിനെ എടുത്താലും വിജയിയെ എടുത്താലും സൂര്യയെ എടുത്താലും, നമ്മൾ തെലുങ്കിലേക്ക് പോയിട്ട് അവിടെ ചിരഞ്ജീവിയെ, നാഗാർജുനെ, പ്രഭാസിനെ ആരെ എടുത്താലും, ഹിന്ദിയിൽ ഷാരൂഖ് ഖാനെയോ സൽമാൻ ഖാനെയോ അമീർ ഖാനെയോ ആരെ തന്നെ എടുത്താലും ശരി, അവരെല്ലാവരും വിജയത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മോഹൻലാലും അതേ പാറ്റേണിൽ പോകുന്ന ഒരാളാണ്. അതൊരു തെറ്റായ കാര്യവുമില്ല. കാരണം സിനിമ എന്ന് പറയുന്നത് ഒരു വ്യവസായം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പണം ഉണ്ടാക്കേണ്ടതും അത് നിലനിൽക്കേണ്ടതും അനിവാര്യമാണ്. എന്നാൽ നമ്മൾ മറുഭാഗത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ നോക്കുമ്പോൾ ഞാൻ വളരെ താമസിച്ച് മനസ്സിലാക്കിയ ഒരു സത്യമാണ്, അദ്ദേഹം സിനിമയുടെ വിജയത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ 2 തരത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും സെൽഫിഷാണ്. 2 തരത്തിൽ. ഒന്ന്, മോഹൻലാൽ സെൽഫിഷായിട്ട് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പടം സാമ്പത്തിക വിജയം നേടണം, വൻ വിജയമായിട്ട് മാറണം എന്നുള്ള ഒരു കാര്യത്തിലാണ്. അതിനുവേണ്ടി എല്ലാ കൊമേഴ്സ്യൽ ചേരുവകളും അദ്ദേഹത്തിൻ്റെ എല്ലാ പടത്തിലും അദ്ദേഹം ഉപയോഗിക്കാറുണ്ട്. ഞാനിപ്പോൾ ഈ തുടരും എന്ന് പറയുന്ന സിനിമ കണ്ടു. സത്യം പറഞ്ഞാൽ ആ സിനിമയ്ക്ക് പ്രത്യേകിച്ച് ഒരു പുതുമയുമില്ല. നമ്മൾ ഒരുപാട് വട്ടം കേട്ടിട്ടുള്ള ഒരു കഥയാണ്. ഇത്തരം സ്റ്റോറികളൊക്കെ നമ്മൾ പണ്ട് മുതലേ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ അതിൽ അസ്വാഭാവികമായിട്ടുള്ള ആക്ഷൻ രംഗങ്ങളും അതേപോലെ തന്നെ വൈകാരിക രംഗങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളെ രസിപ്പിച്ച് പടം വിജയിക്കും. പക്ഷേ അതിൽ മോഹൻലാൽ എന്ന് പറയുന്ന നടന് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാനായിട്ടില്ല. ഏതൊരു നടനും ചെയ്യാൻ പറ്റുന്ന ഒരു റോളാണ് തുടരും എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം ചെയ്തത്. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത സമയത്ത് വന്നിട്ടുള്ള ഏത് സിനിമ എടുത്താലും, എമ്പുരാൻ എടുത്താലും ഇനിയിപ്പോൾ വരാനിരിക്കുന്ന ചിത്രങ്ങളെടുത്താലും എല്ലാം തന്നെ ഒരു സൂപ്പർ ഹീറോ ഇമേജുള്ള റോളുകളാണ്. ഒരാൾ 10 പേരെയോ 20 പേരെയൊക്കെ ഇടിച്ചിടുക, ഒരു പട്ടാളം തന്നെ വന്ന് ഇവർക്ക് നേരെ വെടിയുതിർത്താലും ശരി, ഇവർക്കൊന്നും പറ്റാതിരിക്കുക. ഇതൊക്കെ തന്നെയാണ് നമ്മൾ തമിഴ്നാട്ടിൽ നോക്കിയ രജനീകാന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രജനീകാന്ത് ഏത് റോള് ചെയ്താലും ശരി, അതിൻ്റെ എല്ലാം സ്വഭാവം ഒന്ന് തന്നെയാണ്. കഥയെല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മാനറിസമാണ് അദ്ദേഹം കഥാപാത്രത്തിനും കൊടുക്കുന്നത്. മോഹൻലാലും അതേ ലൈനിൽ പോകുന്ന ഒരാളാണ്. മോഹൻലാൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ ഏത് റോള് ചെയ്താലും ശരി, ഒരു ഡോക്ടർ റോൾ ചെയ്താലും ശരി, അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ്റെ റോൾ ചെയ്താലും ശരി, എന്ത് തന്നെ ചെയ്താലും ശരി, ഞാൻ ആ ക്യാരക്ടറായിട്ട് മാറിയില്ല. അതായത് ഞാൻ ആ പറയുന്ന വ്യക്തിയായിട്ട് മാറിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ആയിരിക്കുമോ ചെയ്യുക, പെരുമാറുക, അങ്ങനെ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്നത് കഥാപാത്രത്തെ മോഹൻലാലാക്കി മാറ്റുക എന്നതാണ്. അദ്ദേഹം വളരെ അനായാസമായിട്ട് അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം അനായാസമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കാരണം എങ്ങനെയാണോ അദ്ദേഹം പെരുമാറുന്നത് അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കഥാപാത്രങ്ങളും പെരുമാറുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും.
മോഹൻലാലിനെയാണ് നമ്മൾ എല്ലാ കഥാപാത്രങ്ങളിലും കാണുന്നത്. കഥാപാത്രങ്ങൾ വ്യത്യസ്തമാണ്. ടാക്സി ഡ്രൈവറാണ്, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു അണ്ടർവേൾഡ് ഡോണാണ്, അതല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, അതല്ലെങ്കിൽ ഒരു സാധാരണ വീട്ടുടമയാണ്, അല്ലെങ്കിൽ ഒരു സാധാരണ കുടുംബനാഥനാണ്. എന്തു തന്നെയായാലും ശരി, അതെല്ലാം മോഹൻലാൽ തന്നെയാണ്. മോഹൻലാൽ ചെയ്താൽ എങ്ങനെയിരിക്കുമോ അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ആ ശരീരഭാഷയാണ് കഥാപാത്രങ്ങൾക്ക് മൊത്തമുള്ള. അദ്ദേഹത്തിൻ്റെ കള്ളച്ചിരിയും കുസൃതിയും ഒക്കെ നമുക്ക് എല്ലാ കഥാപാത്രങ്ങളും കാണാൻ സാധിക്കും. എന്നാൽ മമ്മൂട്ടിയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഗുണം വളരെ ചുരുക്കം നടന്മാർക്ക് മാത്രമുള്ളതാണ്. എൻ്റെ ഒരു അനുമാനം ശരിയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ ഭ്രമയോഗം കണ്ടപ്പോഴാണ് എനിക്കിതെല്ലാം എൻ്റെ മനസ്സിലേക്ക് വന്നത്. എൻ്റെ ഒരു അനുമാനം ശരിയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് ഇത്രയധികം വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരു നടൻ വേറെ ഉണ്ടാകില്ല. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. തമിഴ്നാട്ടിൽ കമൽഹാസനൊക്കെ ഒരുപാട് വ്യത്യസ്ത റോളുകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതൊക്കെ മേലെ പോയി കഴിഞ്ഞിരിക്കുകയാണ് മമ്മൂട്ടി. അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയും, പുതുതായിട്ട് വരുന്ന ഓരോ സിനിമയും എന്തെങ്കിലും വ്യത്യസ്തതയുള്ള, സിനിമയുടെ കഥയ്ക്കല്ല മറിച്ച് അദ്ദേഹം ചെയ്യുന്ന റോളിന് എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഉണ്ടായിരിക്കണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, മമ്മൂട്ടിയും മോഹൻലാലിനും ഓരോ വ്യത്യസ്ത തരത്തിലുള്ള സെൽഫിഷ്നെസ് ഉണ്ട് എന്നുള്ളത്. മോഹൻലാലിൻ്റെ സെൽഫിഷ്നെസ് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സിനിമകൾ വൻ വിജയമായിരിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്. മമ്മൂട്ടിയുടെ സെൽഫിഷ്നെസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ റോള് വ്യത്യസ്തമായിരിക്കണം എന്നതാണ്. കൊമേഴ്സ്യൽ സക്സസ്സിന് ആ മനുഷ്യൻ ഒരു വിലയും കൊടുക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ സിനിമകൾ, അദ്ദേഹം അഭിനയിക്കുന്ന സിനിമകൾ, ഇപ്പോൾ നമ്മൾ ഭ്രമയോഗം തന്നെ എടുത്തു കഴിഞ്ഞാൽ ആ സിനിമയിൽ ഒരു കൊമേഴ്സ്യൽ സിനിമയ്ക്ക് വേണ്ട യാതൊരു കാര്യവുമില്ല. ഒന്നാമത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. അത് തന്നെ ആൾക്കാർ കാണാൻ പോകുമോ എന്ന് ശങ്കിക്കാൻ സാധ്യതയുള്ള ഒരു കാരണമാണ്. പക്ഷേ അങ്ങനെയുള്ള യാതൊരു വിധമായിട്ടുള്ള പേടിയുമില്ലാതെ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കുകയും ആകെപ്പാടെ 5 കഥാപാത്രങ്ങളാണ് ആ സിനിമയിലുള്ളത്. അതിലൊരു കഥാപാത്രം തുടക്കത്തിൽ തന്നെ മരിച്ചു പോകും. പിന്നെയുള്ളത് 4 പേരാണ്. ആ 4 പേരിൽ 3 പേര് മാത്രമാണ് സിനിമയുടെ സിംഹഭാഗത്തും ഉള്ളത്. പിന്നെ ഇടയ്ക്കും പിടയ്ക്കും വന്നു പോകുന്ന ഒരു യക്ഷിയുടെ റോളുണ്ട്. ആ 3 പേരിൽ ഈ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ചെയ്യുന്നത് വളരെയധികം നെഗറ്റീവ് ടച്ചുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുകയും ആ കഥാപാത്രത്തെ മറ്റൊരാൾക്കും ചെയ്യാൻ പറ്റാത്ത തരത്തിൽ വ്യത്യസ്തതയുള്ളതാക്കി മാറ്റുകയും, അദ്ദേഹത്തിനിപ്പോൾ ഈ അവാർഡ് കിട്ടിയത്, സത്യം പറഞ്ഞാൽ ഞാൻ മോഹൻലാലിന് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോൾ അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയവും മറ്റും മനസ്സിലാക്കിയ ഒരാളാണ്. അതേപോലെ തന്നെ മമ്മൂട്ടി ഇവിടുത്തെ സർക്കാരിന് വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഇത് കൊടുത്തതായിരിക്കാമെന്ന് ഞാൻ കരുതിയിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവാർഡുകൾ പോകുന്നത്. രാഷ്ട്രീയക്കാർക്ക്, അവരോടൊട്ടി നിൽക്കുന്ന, അവർക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് വാരിക്കോരി തോന്നുന്ന അവാർഡ് കൊടുക്കുക. അവാർഡിൻ്റെയൊക്കെ വില നഷ്ടപ്പെട്ട ഒരു യുഗത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് മനസ്സിലായി, 100% മമ്മൂട്ടി ഈ അവാർഡല്ല, സ്റ്റേറ്റ് അവാർഡല്ല, ദേശീയ അവാർഡ് തന്നെ അർഹിക്കുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. ഇന്നേ വരെ അദ്ദേഹം അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ നടൻ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഓരോ സിനിമകളിലും, അദ്ദേഹത്തിൻ്റെ വരുന്ന ഓരോ സിനിമകളിലും അദ്ദേഹം എപ്പോഴും ഊന്നൽ കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ വ്യത്യസ്തതയാണ്. ഇതൊരു നടൻ്റെ ദാഹമാണ്. നമ്മളൊരു നടൻ എന്ന് പറയുമ്പോൾ ഒരേ തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് ആ സിനിമകളെല്ലാം വിജയമായിട്ട് മാറുന്നുണ്ടെങ്കിൽ പോലും, ഇപ്പോൾ വിജയമൊക്കെ ചെയ്യുന്ന സിനിമ നമ്മൾ കാണാറുണ്ട്, എല്ലാം വിജയങ്ങളാണ്. പക്ഷേ എല്ലാത്തിനകത്തിലും ഒരൊറ്റ വിജയം മാത്രമേ ഉള്ളൂ. ഒരേ കാര്യം തന്നെയാണ് അത് ഞാൻ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ മമ്മൂട്ടിയുടെ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയിൽ അദ്ദേഹം എന്തായിരിക്കും ചെയ്യുന്നതെന്ന് പ്രവചിക്കാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ കണ്ട സിനിമയിലെ മമ്മൂട്ടി ആയിരിക്കത്തില്ല അടുത്ത സിനിമയിൽ. ഇതിനു മുമ്പ് അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നൻ പകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമയുണ്ട്. ആ സിനിമയിൽ എന്താണ് കൊമേഴ്സ്യൽ മൂല്യമുള്ളത്? കച്ചവടത്തിന് വേണ്ടിയുള്ള യാതൊന്നും അതിലില്ല. അത്തരത്തിലുള്ള ഒരു സിനിമയിലൊക്കെ കയറി അഭിനയിക്കാൻ ഈ മനുഷ്യൻ ധൈര്യം കാണിക്കുന്നത്, അല്ലെങ്കിൽ അത് ധൈര്യം എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആ അഭിനയത്തോടുള്ള ദാഹം കൊണ്ടാണ്. പല ആൾക്കാരും, ഒരുപക്ഷെ മമ്മൂട്ടി തന്നെയും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനൊരു ബോൺ ആക്ടറല്ല. അത് തെറ്റാണ്. മമ്മൂട്ടി ഒരു ബോൺ ആക്ടർ തന്നെയാണ്. അദ്ദേഹം ശരിക്കും കഴിവുള്ള ആളായിട്ട് തന്നെയാണ് ജനിച്ചത്. അദ്ദേഹത്തിന് ആ കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രയേറെ വ്യത്യസ്ത റോളുകൾ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ പഴയ കാലത്തുള്ള സിനിമകൾ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത്രയധികം വെറൈറ്റി കഥാപാത്രങ്ങൾ ചെയ്ത ഒരു നടനെ നമുക്ക് കാണാനേ പറ്റില്ല. വെറുതെ ചെയ്യുക മാത്രമല്ല, ആ കഥാപാത്രങ്ങളെ അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ അദ്ദേഹം അവതരിപ്പിക്കും. ഇപ്പോൾ നമ്മൾ ദ കിങ് എന്ന് പറയുന്ന സിനിമയിൽ കണ്ട കളക്ടറെ അല്ല നമ്മൾ മൃഗയ എന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ അതിലെ വാറുണ്ണി, രണ്ടുപേരും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമാണ്.
പൊന്തന്മാടയിലെ മാടയല്ല നമ്മൾ വിധേയനിൽ കാണുന്ന ഭാസ്കര പട്ടേലർ. രണ്ടും അജഗജാന്തരം വ്യത്യാസമുള്ള ക്യാരക്ടേഴ്സാണ്. ചട്ടമ്പി നാടിൽ വരുന്ന അതിലെ ഗുണ്ടയായിട്ട് അഭിനയിക്കുന്ന മമ്മൂട്ടിയുടെ സംസാര രീതി, രാജമാണിക്യം എന്ന് പറയുന്ന സിനിമയിലെ അദ്ദേഹത്തിൻ്റെ സംസാര രീതി, കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറയുന്ന സിനിമയിലെ സംസാര രീതി, ഓരോ സിനിമകളിലും ആ കഥാപാത്രത്തെ വ്യത്യസ്തമാക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് കസർത്ത് നടത്താറുണ്ട്. ഈ കസരത്ത് ചില സമയത്തൊന്നും അത്ര പെർഫെക്റ്റായിട്ട് പോകാറില്ല എന്നുള്ള റിയാലിറ്റിയാണ്. പക്ഷേ അതൊരു പരാജയമായിട്ടൊന്നും കാണാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നടന് അയാളുടെ തന്നെ രീതി വെച്ചുകൊണ്ട് ഒരു കഥാപാത്രം ചെയ്യാൻ വളരെ ഈസിയാണ്. അതായത് ശ്രീ മോഹൻലാലും രജനീകാന്തും ഒക്കെ ചെയ്യുന്നത് പോലെ അവരുടെ തന്നെ മാനറിസം കാണിച്ചുകൊണ്ട് ഒരു കഥാപാത്രത്തെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. നേരെ മറിച്ച് മറ്റൊരു വ്യക്തിയായിട്ട്, അതായത് സ്വന്തം ശരീരഭാഷയും സ്വന്തം പ്രകൃതങ്ങളും ഒക്കെ മാറ്റി മറ്റൊരു വ്യക്തിയുടെ പ്രകൃതത്തിലേക്ക് മാറുക എന്ന് പറയുന്നത് വലിയ പാടാണ്. അപ്പോൾ നമ്മൾ പൊന്തന്മാടയിലെ മാടയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ മാടയുടെ പ്രത്യേക തരത്തിലുള്ള ഒരു നോട്ടമുണ്ട്, ഒരു നടത്തമുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥാപാത്രം ഇപ്പോൾ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നു, ആ ഷൂട്ട് ചെയ്യുന്നത് ചിലപ്പോൾ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടാവും. ഈ 2 മാസവും ഷൂട്ടിങ് നടക്കുമ്പോഴൊക്കെ തന്നെ ക്യാമറ മുമ്പിൽ ചെല്ലുമ്പോൾ ഈ കഥാപാത്രത്തിൻ്റെ ഈ മാനരസങ്ങളെ മറന്നു പോകാതെ ശരീരത്തിലേക്ക് ആവാഹിച്ചിട്ട് വേണം അത് ക്യാമറ മുമ്പിൽ കാണിക്കാൻ. അബദ്ധവശാൽ അതിനകത്ത് അറിയാതെ ഒറിജിനൽ മമ്മൂട്ടി വന്നു പോയി കഴിഞ്ഞാൽ കുളമാകും, തീർന്നു പോകും. അപ്പോൾ അത്രമേൽ ശ്രദ്ധ വേണം. അപ്പോൾ അത്രയേറെ ശ്രദ്ധയോടുകൂടി അർപ്പണ മനോഭാവത്തോടുകൂടി വ്യത്യസ്തതയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന മമ്മൂട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക സിനിമയിലെ തന്നെ ഒരു അത്ഭുതമാണ്. അത് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. മമ്മൂട്ടിയുടെ മനസ്സിലെ ആഗ്രഹം ഇപ്പോൾ ശ്രീ മോഹൻലാലിനെ പോലെ തന്നെ കൊമേഴ്സ്യൽ സക്സസ് മാത്രമാണ് എങ്കിൽ, മറ്റുള്ള നടന്മാരെ പോലെ ഞാൻ അഭിനയിക്കുന്ന സിനിമ 100 കോടി നേടണം അല്ലെങ്കിൽ 200 കോടി നേടണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹമാണ് അദ്ദേഹത്തിനുള്ളതെങ്കിൽ അദ്ദേഹത്തിന് തുടർച്ചയായിട്ട് അത്തരം ഫോർമുലകളുള്ള സിനിമയിൽ അഭിനയിക്കാൻ പറ്റും, ഈസിയായിട്ട് പറ്റും. അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ്. ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് വൻ വിജയമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ്. ദ കിങ് ഒക്കെ വലിയ വിജയമായിരുന്നു, വല്യേട്ടൻ എന്ന് പറയുന്ന സിനിമ വലിയ വിജയമായിരുന്നു, അതുപോലെ രാജമാണിക്യം വലിയ വിജയമായിരുന്നു, കോട്ടയം കുഞ്ഞച്ചനൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ അദ്ദേഹം ഏത് റോൾ ചെയ്താലാണ് ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുക, ഏത് റോളിലാണ് കൂടുതൽ കൊമേഴ്സ്യൽ വയബിലിറ്റി ഉള്ളത് എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യാൻ യാതൊരു താല്പര്യവുമില്ല. ഒരു പർട്ടിക്കുലർ ഫോർമുല പിന്തുടരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അതാണ് മമ്മൂട്ടിയിൽ കാണുന്ന ഏറ്റവും വലിയ വ്യത്യസ്തത. അദ്ദേഹത്തിനിപ്പോൾ എൻ്റെ സിനിമ ഇത്ര കോടി നേടണം എന്നുള്ള ആഗ്രഹം വെച്ചുകൊണ്ട് കുറേ സിനിമകൾ നിർമ്മിക്കാനാണെങ്കിൽ ഈസിയായിട്ട് നിർമ്മിക്കാൻ പറ്റും. ഒരുപാട് വിഷ്വൽ ഇഫക്ട്സും പാട്ടും ഇടിയൊക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനും അത്തരത്തിലുള്ള വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഈസിയായിട്ട് പറ്റും. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് അങ്ങനെയുള്ള സിനിമകളിൽ അഭിനയിക്കുമ്പോൾ യാതൊരു തൃപ്തിയും കിട്ടില്ല. അദ്ദേഹത്തിന് എപ്പോഴും വേണ്ടത് തൻ്റെ ഉള്ളിലുള്ള വ്യത്യസ്തതയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ആ നടനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇന്നത്തെ തലമുറയിലെ ആരോടെങ്കിലും ചോദിച്ചാൽ മമ്മൂട്ടിയാണോ മോഹൻലാലിനാണ് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സംശയമില്ലാതെ മറുപടി പറയാൻ മോഹൻലാലിനാണ് ഇഷ്ടം. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ താല്പര്യങ്ങളെയാണ് അദ്ദേഹം സ്ക്രീനിൽ ഫുൾഫിൽ ചെയ്യുന്നത്. അവരെന്ത് കാണാൻ ആഗ്രഹിക്കുന്നു അത് അദ്ദേഹം കൊടുക്കുകയാണ്. നേരെ മറിച്ച് മമ്മൂട്ടിയുടെ സിനിമ കാണാൻ പോകുമ്പോൾ ഇപ്പോൾ ഭ്രമയോഗം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വേണ്ടതൊന്നും അതിനകത്തില്ല. പകൽ നേരത്ത് മയക്കം കാണാൻ പോയി കഴിഞ്ഞാലും അതിലും അവരെ ആസ്വദിപ്പിക്കുന്ന യാതൊന്നുമില്ല. കാതൽ എന്ന് പറയുന്ന സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ അവർ കല്ലെടുത്തെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോകും. കാരണം അവർ മനസ്സിലാഗ്രഹിക്കുന്നത് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ മനസ്സിലാഗ്രഹിക്കുന്ന കുറേ ഇടിയും വെടിയും കുറച്ച് കോമഡിയും എന്ന് പറഞ്ഞാൽ അവർക്കൊരു ടൈം പാസ്സാണ് ആഗ്രഹം. അപ്പോൾ ടൈം പാസ് അവർക്ക് ഭംഗിയായിട്ട് കൊടുക്കുന്ന നടനെ അവരിഷ്ടപ്പെടും, അതവരുടെ കുറ്റമല്ല. പക്ഷേ നമ്മൾ അതിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഈ നടൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കൊമേഴ്സ്യൽ സിനിമകളിൽ തുടർച്ചയായിട്ട് അഭിനയിച്ചുകൂടെ, ഇങ്ങേർക്ക് മാസപടങ്ങൾ ചെയ്തുകൂടെ എന്നൊക്കെ നമ്മൾ മാറിയെന്ന് ചിന്തിക്കുമ്പോൾ മമ്മൂട്ടിക്ക് അത് ചെയ്യാൻ വയ്യാഞ്ഞിട്ടല്ല എന്നുള്ള റിയാലിറ്റിയാണ് അദ്ദേഹത്തെ വളരെ വലിയ നടനാക്കി മാറ്റുന്നത്. അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റും. അദ്ദേഹം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ നടനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ നടൻ തൃപ്തിപ്പെടുമ്പോൾ അദ്ദേഹം വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്യാരക്ടേഴ്സ് കൂടുതലായിട്ട് ചെയ്ത് ഇങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ഓഡിയൻസിനെയുമാണ്. അതും അദ്ദേഹത്തിന് അറിയാം, അതും അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. ഞാൻ ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ ആൾ കാണില്ല, പക്ഷേ എന്നാൽ പോലും അദ്ദേഹത്തിന് അത് വിഷയമല്ല. ഇവിടെയാണ് ഞാൻ പറയുന്നത് നമ്മൾ ഒരു നടനെ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ള ഒരു നടൻ എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ്. കാര്യം എന്ന് പറഞ്ഞാൽ വളരെയധികം കൊമേഴ്സ്യൽ ഹിറ്റുകൾ തന്നിട്ടുള്ള ഒരു കൊമേഴ്സ്യൽ ഹീറോ ആവാനുള്ള നല്ല സൗന്ദര്യവും മറ്റു കാര്യങ്ങളും എല്ലാമുള്ള ഒരു നടൻ അതെല്ലാം അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് വ്യത്യസ്തതയ്ക്ക് വേണ്ടി നമുക്കാർക്കും
ഇഷ്ടപ്പെടാൻ പറ്റാത്ത ചിത്രങ്ങളിൽ തുടർച്ചയായിട്ട് വരുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ അംഗീകരിക്കണം. കാരണം അദ്ദേഹമാണ് ശരിക്കും നടൻ, അർപ്പണബോധമുള്ള നടൻ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയാണ്. ഒരേ തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ജനങ്ങളെ രസിപ്പിക്കാൻ വേണ്ടിയായാലും കൊമേഴ്ഷ്യൽ സക്സസിന് വേണ്ടിയായാലും തുടർച്ചയായിട്ട് ചെയ്യുന്ന നടന്മാർ ശരിക്കും ഒരു ബിസിനസ് മാത്രമാണ് ചെയ്യുന്നത്. അവർ കലയെ ബിസിനസ്സായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ ഇവിടെ കലയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു, തൻ്റെ അഭിനയ മോഹത്തെ ഇനിയും ഇനിയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി, തൻ്റെ റേഞ്ച് കൂടുതൽ കൂടുതൽ സ്വയം തിരിച്ചറിയാൻ വേണ്ടി ഇപ്പോഴും 70, 73, 74 വയസ്സായിട്ടും ഇദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നിസ്സംശയം പറയാം, ഇന്ത്യയിൽ മമ്മൂട്ടിയുടെ മുകളിൽ നിൽക്കുന്ന മറ്റൊരു നടനില്ല. മമ്മൂട്ടിയെപ്പോലെ വ്യത്യസ്തതകൾക്ക് വേണ്ടി ദാഹിക്കുന്ന, വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്യുന്ന മറ്റൊരു നടൻ ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് കൂടിയാണ് നമ്മുടെ ദേശീയ അവാർഡിന് ഏറ്റവും അധികം തവണ ഫൈനലിൽ വന്നിട്ടുള്ളത് മമ്മൂട്ടിയാണെന്ന സത്യം. പലപ്പോഴും അദ്ദേഹത്തിന് ഫൈനലിൽ വന്നിട്ടും അവാർഡ് കൊടുക്കാതെ വിട്ടത് അദ്ദേഹത്തിന് മുമ്പ് ഒരുപാട് തവണ കിട്ടിയിട്ടുണ്ടല്ലോ എന്ന ഒരു ചിന്ത കൊണ്ടാണ്. മറ്റുള്ളവർക്കും വേണ്ടേ, അദ്ദേഹം തന്നെ എപ്പോഴും കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരെന്ത് ചെയ്യും? എന്ത് തന്നെയായാലും ശരി, നമുക്ക് അഭിമാനിക്കാം. മോഹൻലാൽ നമ്മുടെ വളരെ വലിയൊരു താരമായിട്ട് ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ഇപ്പുറത്ത് അതേപോലെ തന്നെ താരമൂല്യം ഉണ്ടായിട്ടും പുതിയ പുതിയ അഭിനയത്തിൻ്റെ മേഖലകൾക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ യഥാർത്ഥ നടനാണ് ശ്രീ മമ്മൂട്ടി.